Allah. Mukundan? എന്ത് കുണ്ടൻ? Mukundan. മുകുന്ദൻ ഈസ് ഗോ. Allah. Room cleaning every day. Amen. This cleaning Mukundan. Cleaning water, soapody, chule, cleaning Mukundan. 什么？ ഏത് ഷൺമു? 什么？ ഷൺമു കഴിഞ്ഞ മാസം ലീവിന് പോലും ഡിസംബറിൽ. Mukundan. ഓയ് എന്റെ പൊന്നു പെങ്ങളെ, എന്റെ പറച്ചോനെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാണ്? മുകുന്ദൻ നോക്കാം, നോക്കാം. യു ഗോ ആൻഡ് മുകുന്ദൻ കം, യു കം. അല്ലാ, രക്ഷപ്പെട്ട്. ഓ പറച്ചോനെ, ഈ ചീനച്ചട്ടി എന്നെയും കൊണ്ട് പോകുന്ന തോന്നുന്നു. ഇനിയും വല്ല സംശയം ഇങ്ങോട്ട് വരാതിരുത്താൽ മതിയായിരുന്നു. മുകുന്ദൻ നീയായിരുന്നല്ലേ ഇന്നേ റൂം ക്ലീനിങ് മുകുന്ദന്റെ ഡ്യൂട്ടിയാ. അവൻ വരാൻ കുറച്ച് വൈകും. അത് നീ ഈ ചീനച്ചട്ടിയോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. 怎么了？我们家打电话说我妈妈生病了，我必须马上回去。可是我没有机票钱，过来看看Mukundan。കരിമുക്ക ഫോൺ എടുത്ത് മുന്തട്ടിരുന്ന് വിളിച്ചേ. ഹലോ. മുന്തട്ട് ഞാൻ ആ കുറിയുടെ കാശും കൊണ്ട് വന്നതാ. ഇല്ല, എനിക്ക് അത്യാവശ്യമായിട്ട് ജബലലി വരെ പോകാൻ വേണം. മൂന്തട്ടിന് ഇവിടെ ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചേ. കരിമിക്കുണ്ട് ഇവിടെ. അവന്റെ ഏതായാലും കൊടുക്കണ്ട. ഓ, പിന്നെ ആ ചൈനക്കാരി മൂന്തട്ടിനെ കാണണമെന്നും പറഞ്ഞ് ഇവിടെ വന്ന് നിൽക്കണ്ട്. നേരോ? അതെ, അവളുടെ കയ്യിൽ കൊടുത്തയച്ചാൽ മതിയോ? ധൈര്യമായിട്ട് കൊടുത്തു വിട്ടോളൂ. ഈ സ്ഥലം അവൾക്കറിയാം. ശരി ശരി. ഇങ്ങനൊരു കാര്യം ഇത് തന്നെ നോക്കിയേ. എന്തിനൊരു സാക്ഷി വേണമല്ലോ. പൈസ ദേ ഇവളുടെ കയ്യിൽ കൊടുത്തയക്കാനാ പറഞ്ഞത്. ഇത് 2000. അപ്പോ 82,000 ദിർഹം. അതായത് നാട്ടിലെ 10 ലക്ഷം. അതെ. ഇനി ഐശ്വര്യമായിട്ട് മൂന്നൻ വെയിറ്റിംഗ് ഫോർ യു. ഗിവ് ദിസ് ക്യാഷ് ടു ഹിം. 什么？ Batrus Chiang Ke Muguntan Tahoy Genni Tungbei Hoi Jia Jipiat Nitirta Swenma Shudaja Tripa. 是的。先左转，然后右转，直走第4栋楼的214房间，对吗 Okay, 是的。 ？Thank you。 കരിമുക, നിങ്ങളുടെ സ്പെഷ്യൽ ചിക്കൻ ജിഞ്ചർ ഫ്രൈയും 2 പൊറോട്ടയും എടുത്തേ. അല്ല, അത്യാവശ്യമായിട്ട് ജബലലി പോണെന്ന് പറഞ്ഞിട്ട്. ആര് പറഞ്ഞു? നീ പറഞ്ഞു. ജബലലിയില്ലേ? ഇവിടം വരെ വന്നിട്ട് നിങ്ങളുടെ സ്പെഷ്യൽ ചിക്കൻ ജിഞ്ചർ ഫ്രൈ ഉപേക്ഷിച്ചിട്ട് ഞാൻ എങ്ങനെ പോകും? ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരുത്തന് എന്റെ പാചകം നല്ലതാണെന്ന് പറഞ്ഞത്. നിന്നെ ഇന്ന് തീറ്റിപ്പിച്ച് കൊല്ലും. ഹലോ, എത്തിയില്ലേ സിദ്ധാർത്ഥൻ? സിദ്ധാർത്ഥൻ ഇവിടെ തന്നെ ഉണ്ട്. മുകുന്ദനാ, ആ പെണ്ണ് ഇതുവരെയായിട്ട് അവിടെ എത്തിയിരുന്നു. എത്തിയിട്ടില്ലേ? ഈശ്വര, ചതിച്ചോ? അവളെവിടെ ഷുമിൻ? അവളുടെ നാട്ടിലേക്ക് പോയല്ലോ. നാട്ടിലേക്ക് പോയി? അതെ, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ട് ഇപ്പൊ ഒരു അരമണിക്കൂറായി കാണും. എന്താ പ്രശ്നം? ചതിച്ചു. പൂന്തേട്ടിന് കുറി കിട്ടിയ കാശും കൊണ്ട് അവള് കടന്നു കളഞ്ഞത്. അവളോ? അവളങ്ങനെ ചെയ്യില്ല. സത്യാണോ? എന്തിനാ അവളെ പറയണേ? ധൈര്യമായിട്ട് കാശ് അവളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ അതനുസരിച്ചു. ആ സമയത്ത് സാക്ഷിയായിട്ട് കരിമിക്കുണ്ടായത് നന്നായി.
അല്ലെങ്കിൽ ഞാനിപ്പോ കള്ളനായനെ. രാവിലെ ഞങ്ങൾ ഒന്നിച്ചാ മുറിന്ന് ഇറങ്ങിയത്. നാട്ടിൽ പോകുന്ന കാര്യം അപ്പോഴൊന്നും പറഞ്ഞില്ല. പിന്നെ ഒരു 10 മണിയായപ്പോ വിളിച്ച് കുറച്ച് കാശ് കടം ചോദിച്ചു. പെട്ടെന്ന് എൻ്റെ കയ്യിൽ എടുക്കാൻ കാശൊന്നും ഇല്ലായിരുന്നു. വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞ് എയർപോർട്ടിൽ നിന്ന് വിളിച്ചപ്പോ കാശ് ശരിയായി, നാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പൊ മനസ്സിലായില്ലേ? നിങ്ങൾ സഖാക്കൾ ഊറ്റങ്ങളുടെ രാജ്യക്കാരുടെ തനി നിറം. ലോകം മുഴുവൻ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കയറ്റി അയക്കില്ല ഇപ്പൊ അവരുടെ പണി. അവളും ഡ്യൂപ്ലിക്കേറ്റാ. 1.25 രൂപയുടെ വെറും ഡ്യൂപ്ലിക്കേറ്റ്. ഇപ്പൊ ആശ്വാസം തോന്നുന്നുണ്ടോ? ഹോസ്പിറ്റലിൽ പോണോ? എന്ത് പറ്റി? ആകെ തളർന്നുപോയി. ഇന്ന് രാവിലെ ബിൽഡിംഗ് ഓണർ അറബി അയാളുടെ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞിരുന്നു. എന്തിന്? പിന്നെയും വാടക കൂട്ടിയോ? അതല്ല, നമ്മുടെ കഫ്തേരിയയുടെ ബിൽഡിംഗ് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ നോട്ടീസ് തന്നിക്കണ്. ആ സ്ഥലത്ത് വലിയൊരു പ്രോജക്റ്റ് വരുന്നുണ്ടത്രേ. ദുബായിലെ കൃഷ്ണമണി പോലത്തെ ഒരു സ്ഥലത്ത് ഒരു തുക്കട കഫറ്റീരിയ നിലനിർത്തിയിട്ട് അവർക്കെന്ത് പ്രയോജനം? നമ്മളൊക്കെ പുരാവസ്തുക്കളായില്ലേ. വിഷമിക്കണ്ട, നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലം നോക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴികൾ ഉണ്ടാവില്ലേ? ഇനി ഇതുപോലത്തെ ഒരു സ്ഥലം കിട്ടണമെങ്കിലേ ഇതിന്റെ 5 ഇരട്ടി വാടക കൊടുക്കേണ്ടി വരും. വാടക മുതലാക്കണമെങ്കിലേ വല്ല ഡാൻസ് ബാറും തുടങ്ങേണ്ടി വരും. ഇതിന്റെ ഒക്കെ അവസാനം ഇങ്ങനെയൊക്കെ ആവണമെന്നായിരിക്കും പടച്ചവന്റെ തീരുമാനേ. 4-5 കൊല്ലം ഇവിടെ നിന്ന് കുടുംബത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാന്ന് വിചാരിച്ച് വന്നതാ. ഇപ്പം കൊല്ലം 34ആയി. ഇനിയിപ്പം വേറൊന്നും ആലോചിക്കാനില്ല. വേഗം സ്ഥലം കാര്യാക്കി കൊടുക്കുക. പിടിച്ചു നിൽക്കാൻ പറ്റണവർ പിടിച്ചു നിൽക്കുക, അല്ലാത്തവർ മടങ്ങുക. അതല്ലേ നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റൂ. ആഹാ, ഇവിടെ നടക്കണോ? അബ്ദുള്ളൊക്കെ പോവാന്നറിയില്ലേ? മൂപ്പര് അന്വേഷിക്കുന്നുണ്ട്. പോക്കുവരവ് തുടങ്ങിയിട്ടേ കൊല്ലം കുറെ ആയെങ്കിലും യാത്ര എന്ന് പറയുമ്പോ ഇപ്പോഴും ഒരു ചങ്കിടുപ്പാ. പാസ്പോർട്ടും ടിക്കറ്റും സൂക്ഷിച്ചു വെച്ചോ. മുകുന്ദൻ എവിടെ പോയി? ഫ്ലൈറ്റിന് സമയമായി എന്ന് അവനെ അറിയില്ലേ? ആ, എത്തിയല്ലോ. എവിടെയായിരുന്നു ഇതുവരെ? വിചാരിക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നതെല്ലാം. ഇനി എനിക്കാരുമില്ല. മറക്കില്ല, നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല.